Dividend policy and value of the firm. The value of the firm can be maximized if the shareholders' wealth is maximized. എന്ത് പറയണത്, ഒരു കമ്പനീൻ്റെ പ്രധാന ഗോൾ എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുകയാണ്. അപ്പോൾ പറയണത് എന്താ, ഇപ്പോൾ ഒരു ബിസിനസ് ജസ്റ്റ് വെറുതെ നടന്നു പോയാൽ മാത്രം പോരാ, അത് നമുക്ക് എന്തൊക്കെ വേണം, ആ ഫേമിന് ഒരു വാല്യൂ ഉണ്ടാവണം, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യണം. അങ്ങനെ ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമുള്ള ഒരു ഫേമിൻ്റെ എന്ത് ഉണ്ടാവുക, ആ ഫേമിന് ഗ്രോത്ത് സംഭവിക്കുകയുള്ളൂ. അത് നമ്മളിപ്പം മുന്നേ പഠിച്ച കുറേ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ മാക്സിമൈസ് ചെയ്താൽ മാത്രമുള്ള ഒരു ഫേമിന് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മളിപ്പോൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഡിവിഡൻഡ് പോളിസി, ഈ ഡിവിഡൻഡ് ഡിസിഷന് ഈ രണ്ട് കാര്യത്തിലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാനും ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തും അതുപോലെ ഫേമിൻ്റെ വാല്യൂ ഒക്കെ നേടാൻ വേണ്ടിയിട്ട് ഡിവിഡൻഡ് പോളിസി ഇമ്പോർട്ടൻ്റ് ആകുന്നുണ്ടെന്ന് നോക്കുന്നത്. ഈ ഇമ്പോർട്ടൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് തിയറീസാണ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. രണ്ട് തിയറീസാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഡിവിഡൻഡ് ഡിസിഷൻ ഡസ് നോട്ട് എഫക്റ്റ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. എന്താ പറയണത്, ഒരു ഡിവിഡൻഡ് ഡിസിഷൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയണത്. രണ്ടാമത്തിൽ പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എഫക്റ്റ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ആൻഡ് ആൾസോ ദ വാല്യൂ ഓഫ് ഫേം. ഡിവിഡൻഡ് ഡിസിഷന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെയും ഫേമിൻ്റെ വാല്യൂനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റത്തെ തിയറിയാണ് ഇറലവൻസ് കൺസെപ്റ്റ്. ഡിവിഡൻഡ് അത്ര പ്രധാനമല്ല എന്നാണ് രണ്ടാമത്തെ തിയറിയിൽ നമ്മൾ നോക്കുന്നത്. ദിസ് സ്കൂൾ ഓഫ് തോട്ട് അസോസിയേറ്റഡ് വിത്ത് സോളമൻ, മോദിഗ്ലാനി ആൻഡ് മില്ലർ. സോളമനും മോദിഗ്ലാനി മില്ലറാണ് ഇറലവൻറ്റ് കൺസെപ്റ്റ് ഡിവിഡൻഡ് തിയറി കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം ആൻഡ് ഹെൻസ് ഡിവിഡൻഡ് പോളിസി ഈസ് ഇറലവൻസ്. എന്താ പറയണത്, ഈ ഡിവിഡൻഡ് പോളിസി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത്. ഡിവിഡൻഡ് പോളിസി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെയും അതുപോലെ തന്നെ ഫേമിൻ്റെ വാല്യൂവിനെയും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഈ ഒരു ഇറലവൻസ് കൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇറലവൻസ് കൺസെപ്റ്റിൽ ഫസ്റ്റ് തിയറിയാണ് മോദിഗ്ലാനി ആൻഡ് മില്ലർ തിയറി, ഇറലവൻസ് തിയറി എന്ന് പറയും. ഈ തിയറിയിലും പറഞ്ഞിട്ടുള്ളത് എന്താണ്, ദ തിയറി സ്റ്റേറ്റ് ദാറ്റ് എ ഫേം ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ വാല്യൂ ഓഫ് ഫേം ഓർ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. എന്ത് ചെയ്യണില്ല, ഡിവിഡൻഡ് പോളിസി ഒരിക്കലും ഒരു ഫേമിൻ്റെ വാല്യൂവിനെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെയും ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. മോദിഗ്ലാനി മില്ലർ പറയണത് എന്താ, ഡിവിഡൻഡ് പോളിസി ഒരിക്കലും ഫേമിൻ്റെ വാല്യൂവിനെയോ അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെയോ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതിൽ മോദിഗ്ലാനി ആൻഡ് മില്ലർ സ്റ്റേറ്റ് ദാറ്റ് വെൻ കമ്പനി പേ ഡിവിഡൻഡ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇറ്റ് ഷെയർ ഇൻക്രീസസ്, ഹെൻസ് ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസസ്. ഇതിൽ നമുക്കൊരു ഇതിൻ്റെ ലോജിക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കമ്പനി, ഇപ്പോൾ നമ്മളൊരു കമ്പനി, ആ കമ്പനിയിൽ ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ നമ്മളെ ബിസിനസ്സിൻ്റെ ഭാവിയിലേക്ക് മാറ്റിവെച്ച റീറ്റൈൻഡ് ഏർണിങ്സ് കുറയും. അതുവഴി എന്ത് ചെയ്യണില്ല, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഫണ്ട് കുറയും. അതുകൊണ്ട് കമ്പനി പിന്നെ എന്ത് ചെയ്യും, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യും. അതുവഴി നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുക, മാർക്കറ്റിൽ ഷെയറിൻ്റെ എണ്ണം കൂടും, ഷെയർ പ്രൈസ് കുറയും എന്നാണ് പറയണത്. മാർക്കറ്റ് ഷെയറിൻ്റെ എണ്ണം കൂടും, അതുവഴി ഓരോ ഷെയറിൻ്റെ പ്രൈസ് കുറയും എന്ന് പറയാം. അതായത് ഡിവിഡൻഡ് കൊടുക്കുന്നതിലൂടെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ഉണ്ടെങ്കിലും പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് അത്
ക്യാൻസൽ ആവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫേമിൻ്റെ വാല്യൂ ചേഞ്ച് ആകില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ ഈ ലോജിക്ക്? അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ വ്യൂസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോദിഗ്ലാനി മില്ലർ പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് പ്രധാനമാണ് എന്താണ് റിട്ടേൺ കിട്ടണ ഒരു ഇൻവെസ്റ്റേഴ്സിന് പ്രധാനമാണ്. ഇവിടെ ഡിവിഡൻഡ് ആയാലും ക്യാപിറ്റൽ ഗെയിൻ ആയാലും അവർക്ക് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് കൊടുക്കുന്നതോ ഏണിങ്സ് റീറ്റെയിൻ ചെയ്യുന്നതോ ഒന്നും ഇമ്പാക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഡെപ്റ്റ് ഫിനാൻസിങ് കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യാതെ ഡെപ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? റിസ്ക് കൂടും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും, ഷെയർ പ്രൈസ് കുറയും, ഒടുവിൽ എന്താവും? ഫേമിൻ്റെ വാല്യൂ പഴയ നിലയിലേക്ക് തന്നെ എത്തും തന്നെ പറയുന്നത്. അപ്പോൾ ഒരു ഡിവിഡൻഡ് പോളിസി ഒരിക്കലും ഫേമിൻ്റെ വാല്യൂവിനെയോ അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിനെയോ എഫക്റ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് ഇറലവൻസ് തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് മോദിഗ്ലാനി മില്ലർ തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അസംഷൻസ് ഓഫ് തിയറി ഓഫ് ഡിവിഡൻഡ്. തിയറി മോദിഗ്ലാനി മില്ലർ തിയറിൻ്റെ അസംഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ദർ ആർ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഒരു പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ മാത്രമാണ് തിയറി റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, ഇൻവെസ്റ്റ് ബിഹേവ് റേഷണലി. ഇൻവെസ്റ്റേഴ്സ് റേഷണലാണ്. മൂന്നാമത്തത്, there are either no tax or there are no differences in the tax rate applicable to capital gain and dividend. ടാക്സ് ഇല്ല, ടാക്സ് ഡിഫറൻസ് ഒന്നും ഇല്ല. ഇവിടെ ഡിവിഡൻറ്റും ക്യാപിറ്റൽ ഗെയിനും, ഡിവിഡൻഡ് ആയാലും ക്യാപിറ്റൽ ഗെയിൻ ആയാലും രണ്ടിനും സെയിം ടാക്സ് ആണെന്ന് പറയുന്നത്. നാലാമത്തത്, there are no flotation and ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒന്നുമില്ല. ദ ഫേം ഹാസ് ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ഒരു ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയാണ്. കമ്പനി പ്രൊജക്റ്റ് ചേഞ്ച് ചെയ്യില്ല എന്നാണ് പറയണത്. നോ ലാർജ് ഇൻവെസ്റ്റേഴ്സ് ഇൻഫ്ലുവൻസ്. നോ ഇൻവെസ്റ്റേഴ്സ് ലാർജ് ഇനഫ് ടു എഫക്റ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ. ഒരാൾക്ക് മാർക്കറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഒരാൾക്കും മാർക്കറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്. അത് മാത്തമാറ്റിക്കലായിട്ട് പ്രൂഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്തു. P0 = D1 + P1 ഡിവൈഡഡ് ബൈ 1 + K. ക്രിറ്റിസിസം ഓഫ് ദ തിയറി. തിയറിൻ്റെ ക്രിറ്റിസിസംസാണ് കുറവുകൾ. തിയറിയിൽ എന്തൊക്കെ കുറവുകളുണ്ട് എന്നാണ് നമ്മളിതിൽ നോക്കുന്നത്. അതിൽ ഇപ്പോൾ ഡിവിഡൻറ്റ് തിയറിയിൽ പറഞ്ഞിട്ട് എന്താ? ഡിവിഡൻറ്റ് പോളിസി ഉണ്ടായിക്കോട്ടെ ഇല്ലാതിരുന്നോട്ടെ, പക്ഷെ ഒരു ഫേമിൻ്റെ വാല്യൂവിനെയോ അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെയോ ഇത് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ ഈ തിയറിൻ്റെ ഈ തിയറി ഒരിക്കലും 100% ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് തിയറിക്ക് കുറേ കുറവുകളുണ്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ്, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. ഒരു പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇല്ല എന്ന് തന്നെയാണ് തിയറിയിൽ. കാരണം തിയറി എന്താണ് അസ്യൂം ചെയ്യുന്നത്? അതൊരു പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റിൽ മാത്രമേ നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും സെയിം അല്ല. അത് മാർക്കറ്റ് ഇംപെർഫെക്റ്റ് ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തതാണ്, വൈൽ ഇഷ്യൂ ഷെയർ ദ കമ്പനി വിൽ ഹാവ് ഇൻകോൺ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. തിയറി എന്താ പറഞ്ഞിട്ടുള്ളത്? ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കോസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ എന്താ? കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. 3, ടാക്സ് ഡു എക്സിസ്റ്റ്. ടാക്സ് ഉണ്ടാകുന്ന പറയുന്നത്. പക്ഷെ തിയറിയിൽ ടാക്സ് ഇല്ല എന്നാണ് പറയുന്നത്. റിയാലിറ്റി ഡിവിഡൻഡ് ഇൻകം ആൻഡ് ക്യാപിറ്റൽ ഗെയിനും ടാക്സിൽ വ്യത്യാസം ഉണ്ടാകും. സാധാരണ ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് കുറവായിരിക്കും തന്നെ പറയുന്നത്. പക്ഷെ എന്നാലും ടാക്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. നാലാമത്തതാണ്, വൈൽ സെല്ലിംഗ് ഷെയർ ഇൻവെസ്റ്റർ ഹാവ് ടു പേ ബ്രോക്കറേജ്. തിയറിയിൽ എന്താ? ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഷെയർ വാങ്ങാനും വിൽക്കാനൊന്നും കോസ്റ്റ് ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ റിയാലിറ്റിക്ക് വരുമ്പോൾ
ബ്രോക്കറേജ് ഫീസൊക്കെ ചാർജ് ഉണ്ടാകുന്നുണ്ട്. അഞ്ചാമത്തതാണ് മോസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് പ്രിഫർ കറൻറ്റ് ഇൻകം റാദർ ദാൻ ഫ്യൂച്ചർ ക്യാപിറ്റൽ ഗെയിൻസ്. തിയറി എന്താ പറയുന്നത്, ഇൻവെസ്റ്റേഴ്സ് ഇൻഡിഫറൻ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ റിയാലിറ്റിക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, പലർക്കും കറൻറ്റ് ഇൻകം അഥവാ ഡിവിഡൻഡ് ഇഷ്ടമാണ്. ഒരിക്കലും ഫ്യൂച്ചർ ക്യാപിറ്റൽ ഗെയിന് ഒരൊറ്റ ഷെയർ ഹോൾഡേഴ്സും വെയിറ്റ് ചെയ്യണില്ല. അവർക്ക് ഡിവിഡൻഡ് കിട്ടാനാണ് അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആറാമത്തത് ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഇല്ല. ഫേം നീഡ് ടു ഫോളോ ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഇല്ല. തിയറി എന്താ പറയുന്നത്, കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ചേഞ്ച് ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും കമ്പനി പ്രൊജക്റ്റ് മാറ്റാറുണ്ട്, സിറ്റുവേഷൻ അനുസരിച്ച് ഡിസിഷൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. റെലവൻസ് കൺസെപ്റ്റ് ഓഫ് ദ ഡിവിഡൻഡ് തിയറീസാണ്. രണ്ട് തിയറിയാണുണ്ട്. റെലവൻസ് തിയറിയിൽ തിയറി ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ റെലവൻസ് തിയറിയിൽ വാൾട്ടർ ഡിവിഡൻഡ് മോഡലുണ്ട്, ഗോർഡൻ ഡിവിഡൻഡ് മോഡലുണ്ട്. അതിൽ വാൾട്ടർ ഡിവിഡൻഡ് മോഡൽ പറഞ്ഞിട്ടുള്ളത് ഡിവിഡൻഡ് ഡിസിഷനും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഡിവിഡൻഡ് ഡിസിഷന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെയും അതുപോലെ തന്നെ ഫേമിൻ്റെ വാല്യൂവിനെയും എഫക്റ്റ് ചെയ്യുന്ന വാൾട്ടർ ഡിവിഡൻഡ് മോഡൽ പറഞ്ഞു. അതിലും ഈ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത് ഡിവിഡൻഡ് ഡിസിഷനും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും തമ്മിൽ ബന്ധമുണ്ട് തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഏർണിങ്സ് വന്നാൽ, ഒരു കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായാൽ, ഒരു കമ്പനിക്ക് കൂടുതൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായാൽ, ഇതൊക്കെ നെറ്റ് പ്രോഫിറ്റും ഏർണിങ്സും എബിറ്റും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. കമ്പനിക്ക് ഏർണിങ്സ് ഉണ്ടായാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഒന്നല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാം, അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഭാവിയിലേക്ക് വേണ്ടി നമുക്ക് മാറ്റി വെക്കാമെന്ന് പറയുന്നത്. ഇത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് കേസുകളുണ്ട്. ഫസ്റ്റത്തെ കേസാണ് 6 എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും, കെ എന്ന് പറഞ്ഞത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. 6 എന്ന് പറഞ്ഞത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും, കെ എന്ന് പറഞ്ഞത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമാണ് പറഞ്ഞിട്ടുള്ളത്. അതിലും നമുക്ക് 4 കേസ് ഉണ്ട് പറഞ്ഞു ഞാൻ. 3 കേസ് ഉണ്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ കേസാണ് എന്ത്, 6 ഗ്രേറ്റർ ദാൻ കെ ഇ. 6 എന്ന് പറഞ്ഞത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കെ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. ഇവിടെ എന്താ പറയുന്നത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കമ്പനീൻ്റെ ഏർണിങ്സ് കൂടുതലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും ചെയ്താൽ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും ചെയ്താൽ നമ്മൾ അതെന്ത് ഡിസിഷൻ എടുക്കേണ്ടത്, ഡിവിഡൻഡ് കൊടുക്കണ്ട, അത് റീറ്റെയിൻ ഏർണിങ്സ് കൊടുക്കണം എന്നാണ് പറയണത്. ഡിവിഡൻഡ് കൊടുക്കണ്ട, റീറ്റെയിൻഡ് ഏർണിങ്സ് കൊടുക്കണം. കാരണം എന്താ, കമ്പനി ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ റിട്ടേൺ കിട്ടാൻ ലഭിക്കുന്ന പറയണത്. രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്താ പറയണത്, ഇത് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് ദാൻ കെ ഇ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടിയാലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലായ ചെയ്താൽ നമ്മളെന്താ, കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിങ്സ് കൂടുതലും കമ്പനീൻ്റെ ഏർണിങ്സ് കുറയും ചെയ്താൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കണം, ഫുൾ ഡിവിഡൻഡ് കൊടുക്കണം. ഡിവിഡൻഡിനാണ് അവിടെ കൂടുതൽ പ്രദാനം ചെയ്യുന്നത്. അഥവാ ഇനിയിപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കണ്ട, റീറ്റെയിൻഡ് ഏർണിങ്സ് ഭാവിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് കൂടുതലാക്കേണ്ടത്. പക്ഷേ ഇവിടെ
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ ഡിവിഡൻഡായി കൊടുക്കണം. കാരണം ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ റിട്ടേൺ നേടും തന്നെ പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയപ്പോൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്ത്? കമ്പനി ഇൻവെസ്റ്റ് ചെയ്താണ്ട് കൂടുതൽ റിട്ടേൺ ലഭിക്കും എന്ന് പറഞ്ഞു. ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടിയപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്താൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കേസാണ് RC=KE. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഈക്വൽ ആകുന്ന കേസ്. അപ്പോൾ എന്ത് ചെയ്യും? കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും സെയിം ഏർണിങ്സ് വന്നാൽ നമ്മളെ ഡിസിഷൻ എന്താണ്? ഡിവിഡൻഡ് ഡിസിഷന് ഡിവിഡൻഡ് പോളിസി ഇറലവൻ്റ് ആണ്. തിയറീൻ്റെ പോലത്തെ ആയിരിക്കും, സെയിം റിസൾട്ട് ആയിരിക്കും എന്ന് പറഞ്ഞാൽ. സെയിം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വലും KE ഈക്വൽ ആയാൽ ഇത് തിയറിയാണ്. തിയറിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിവിഡൻഡ് പോളിസി ഫേമിൻ്റെ വാല്യൂനെയും ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിനെയും എഫക്റ്റ് ചെയ്യൂല. അപ്പോൾ നമുക്ക് വാൾട്ടറിൽ 3 കേസാണുള്ളത്. ഒന്ന് റിട്ടേൺ കൂടിയാലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞാലും എന്ത് ചെയ്യണം? ഡിവിഡൻഡ് കൊടുക്കേണ്ട റീറ്റേൺഡ് ഏർണിങ്സിലേക്ക് മാറ്റി വെക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അതുമായി എന്ത് ചെയ്യും? നമ്മൾ കമ്പനി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും ചെയ്താൽ നമ്മൾ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുക. ഡിവിഡൻഡ് കൊടുത്താൽ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കേസാണ് എന്ത് പറയുന്നത്? RC=KE. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഈക്വൽ ആകുന്ന മെത്തേഡ്. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു ഇറലവൻസ് തിയറി ആവും. എന്ത് തിയറി ആവും? തിയറി ആവും. തിയറിയിൽ പറഞ്ഞാൽ എന്താ? റിട്ടേൺ ഓൺ ഡിവിഡൻഡ് പോളിസി ഒരിക്കലും ഫേമിൻ്റെ വാല്യൂവിനെയോ ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിനെയോ ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈക്വൽ ആയതുകൊണ്ട് തന്നെ എന്ത് പറയണം? തിയറിൻ്റെ പോലെ സെയിം റിസൾട്ട് ആയിരിക്കും വരിക. അപ്പം നമുക്ക് എന്ത് പറയാം? 3 ഇമ്പോർട്ടൻ്റ് സിറ്റുവേഷൻസുകളാണ് ഈ കേസ് എന്ന് പറഞ്ഞത്. R ഗ്രേറ്റർ ദാൻ KE. അപ്പോൾ R ഗ്രേറ്റർ ദാൻ KE ആകുമ്പോൾ ഈ ഫേം ഒരു ഗ്രോത്ത് ഫേം ആയിരിക്കും. R ലെസ് ദാൻ KE ആവുമ്പോൾ ഇതെന്താ? ഡിസ്ലൈനിങ് ഫേം ആയിരിക്കും. ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ഏർണിങ്സ് നേടാം, ഡിസിഷൻ 100% ഡിവിഡൻഡ് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഒരു ഡിസ്ലൈനിങ് ഫേം ആയിരിക്കും മൂന്നാമത്തെ കേസിൽ അതൊരു നല്ലൊരു ഫേം അല്ല. കാരണം രണ്ടും സെയിമിൻ്റെ അവസ്ഥയാണ് വരുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഡിവിഡൻഡ് മോഡലിൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പോളിസി ഫേമിൻ്റെ വാല്യൂവിനെ ബാധിക്കും എന്ന് പറയുന്നത്. കമ്പനിക്ക് ലാഭം വന്നാൽ ഡിവിഡൻഡ് കൊടുക്കണോ അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്ങോ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് എങ്ങനെ തീരുമാനിക്കുന്നത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ് തീരുമാനിക്കാമെന്ന് നമ്മൾ നോക്കി. നെക്സ്റ്റ് അസംഷൻസ് ഓഫ് വാൾട്ടർ മോഡലിൻ്റെ അസംഷൻസ്. ദ ഫേം ഡസ് നോട്ട് യൂസ് ദ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ദ ഫണ്ട്. ഇറ്റ് ഡസ് നോട്ട് യൂസ് ഡെപ്റ്റ്, ഫ്രഷ് ഇക്വിറ്റി ഷെയർസ്. ഇത് എന്താ? എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ഈ ഫേമിൽ ഉപയോഗിക്കുന്നില്ല. ഇതിന് ഫേമിൻ്റെ ഡെപ്റ്റും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസൊന്നും ഈ ഒരു വാൾട്ടർ മോഡൽ യൂസ് ചെയ്യുന്നില്ല. IRR ഇൻ്റർ റേറ്റ് ഓഫ് റിട്ടേൺ കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. ഏർണിംഗ്സ് ആൻഡ് ഡിവിഡൻഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഏർണിങ്സും ഡിവിഡൻറ്റും റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. ദ ഫേം ഹാസ് വെരി ലോങ് ലൈഫ്. ഈ ഫേം ഒരു ലോങ് ലൈഫാണ്. ആൾ ഏർണിങ്സ് ആർ എയ്തർ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ഓർ ഇൻവെസ്റ്റഡ് ഇൻറ്റേർണലി ഇമ്മീഡിയറ്റ്ലി. എല്ലാ ഏർണിങ്സും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോ
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പറയുന്നത്. മാത്തമാറ്റിക് ഫോർമുല പി ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് ജി, പി ഈസ് ഈക്വൽ ടു ഡി പ്ലസ് ആർ ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ കെ. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. ഒരുമിച്ച് ഒരു വട്ടം കൂടി ഞാൻ പ്രോബ്ലംസ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. നെക്സ്റ്റ് എന്താ പറയുന്നത്, ക്രിറ്റിസിസം വാൾട്ടർ മോഡൽ. വാൾട്ടർ മോഡലിനുണ്ട് ഇതേപോലെ തന്നെ കുറവുകളൊക്കെ. വാൾട്ടർ മോഡലും പെർഫെക്റ്റ് ഒന്നും അല്ല എന്ന് തന്നെ പറയുന്നത്. കാരണം ഫസ്റ്റത്തെ ദ അസംഷൻസ് ദാറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ഫൈനാൻഷ്യൽ ടു റീറ്റെയിൻ ഏർണിംഗ് ഈസ് നോട്ട് ട്രൂ, എക്സ്റ്റേണൽ സോഴ്സ് ആർ ആൾസോ യൂസ്ഡ്. ഫസ്റ്റ് തന്നെ അവർ പറയേണ്ട എക്സ്റ്റേണൽ സോഴ്സ് യൂസ് ചെയ്യണില്ല, പക്ഷേ ഓൺലി റീറ്റെയിൻ ഏർണിങ്സ് ഉപയോഗിക്കുന്നതെന്നും അസ്യൂം ചെയ്യുന്നു എന്നൊക്കെ ഇവർ പറയുന്നത്. പക്ഷേ ശരിക്കും എക്സ്റ്റേണൽ ഫണ്ട്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് ഇൻ്റർ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡു നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഒരിക്കലും IRRും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും സ്ഥിരമല്ല എന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്, ആർ ആൻഡ് കെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നുണ്ട് ഇതിൽ വാൾട്ടർ മോഡലിൽ. പക്ഷേ ഇവ മാറാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയണത്. മൂന്നാമത്തത് ഈ ഫേം ലോങ് ലൈഫായിട്ടാണ് അസ്യൂം ചെയ്തിട്ട് പറഞ്ഞു. അത് നമുക്ക് ഉറപ്പില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് ലോങ് ലൈഫ് ഒന്നും ആകാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയണത്. നാലാമത്തതാണ് റിസ്ക് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. നാലാമത്തെ റിസ്ക് ഫാക്ടർ നോട്ട് കൺസിഡർ. റിസ്ക് ഫാക്ടർ കൺസിഡർ ചെയ്യുന്നില്ല. റിസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ പറയണത് കേട്ടോ വാൾട്ടർ മോഡലിൽ. നെക്സ്റ്റ് റെലവൻസ് തിയറിയിൽ രണ്ടാമത്തതാണ് ഗോർഡൻസ് മോഡൽ. ഗോർഡൻസ് ഹാസ് ആൾസോ ഗിവൺ മോഡൽ ഓൺ ദ ലൈൻ ഓഫ് വാൾട്ടർ. വാൾട്ടർ മോഡൽ എന്താണോ പറഞ്ഞിട്ട് അതേ മോഡൽ തന്നെയാണ് ഈ ഗോർഡൻ മോഡൽ പറഞ്ഞത്. എന്ത് പറയുന്നത്, ഡിവിഡൻഡ് ഡിസിഷന് ഫേമിൻ്റെ വാല്യൂവിനെയും ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് വാൾട്ടറും ഗോർഡനും പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഗോർഡന് പിന്നെയും പറയുന്നത് എന്താണ്, ഡിവിഡൻഡ് പോളിസി ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻവെസ്റ്റേഴ്സ് കറൻറ്റ് ഡിവിഡൻഡ് പ്രിഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ഒരു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷെയർ ഹോൾഡേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്തവരാണല്ലോ ഷെയർ ഹോൾഡേഴ്സ്. ഇവർക്ക് ഡിവിഡൻഡ് കൊടുക്കാതെ അവരിങ്ങനെ കൊടുക്കാതെ മാറ്റി ഫ്യൂച്ചർക്ക് വേണ്ടിയാണ് ഒരു ക്യാപിറ്റൽ ഗെയിൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമല്ല എന്നാണ് ഗോർഡന് പറയുന്നത്. കാരണം ഇന്നത്തെ ഡിവിഡൻഡ് ഇപ്പോൾ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക, അത് ഫ്യൂച്ചർ ക്യാപിറ്റൽ ഗെയിനിനേക്കാൾ ബെറ്റർ ആകും എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഡിവിഡൻഡ് ഇപ്പോൾ കറൻറ്റ് ഡിവിഡൻഡ് അവർക്ക് കൊടുക്കുക, അത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുക, അവർക്ക് ഫ്യൂച്ചർ ക്യാപിറ്റൽ ഗെയിനിനേക്കാൾ ബെറ്ററാണ് ഇന്ന് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം ഫ്യൂച്ചർ നമുക്ക് അൺസർട്ടൈൻ ആണ്, കറൻറ്റ് ഡിവിഡൻഡ് സേഫാണ് അല്ലേ. ഫ്യൂച്ചർ നമ്മൾ ഒരിക്കലും തീരുമാനിക്കാൻ കഴിയില്ല, ഫ്യൂച്ചർ എപ്പോൾ വേണം എന്ത് വേണമെങ്കിൽ സംഭവിക്കുക. അതുപോലെ തന്നെ കറൻറ്റ് ഡിവിഡൻഡ് ഇപ്പോൾ നമുക്ക് ഡിവിഡൻഡ് കൊടുത്താൽ അത് സേഫ് ആയിരിക്കും. കാരണം ഇൻവെസ്റ്റേഴ്സ് ഡിവിഡൻഡ് കൂടുതൽ വിലമതിക്കും തന്നെയാണ് പറയുന്നത്. പിന്നെ ഗോർഡൻ മോഡൽ കൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഷെയർ വാല്യൂ ഫ്യൂച്ചർ ഡിവിഡൻഡിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ്. ഷെയർ വാല്യൂ ഈക്വൽ ടു ഫ്യൂച്ചർ ഡിവിഡൻഡ്. ഷെയർ വാല്യൂ ഈക്വൽ ടു ഫ്യൂച്ചർ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അസംഷൻസ് എന്ന് പറഞ്ഞാൽ ദ ഫേം ഈസ് ആൻ ഓൾ ഇക്വിറ്റി ഫേം ഈസ് ഓൾ ഇക്വിറ്റി, ഡെപ്റ്റ് ഇല്ല, അത് ഇക്വിറ്റി ഫേം ആണെന്ന് പറയുന്നത്. രണ്ടാമത്തത് റീറ്റേൺഡ് ഏർണിങ്സ് ഓൺലി സോഴ്സ്. മൂന്നാമത്തെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. നാലാമത്തെ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ ഗ്രോത്ത് റേറ്റ് നോക്കണം. ഗ്രോത്ത് റേറ്റ് കാണാൻ ഇക്വേഷന് B/R. അഞ്ചാമത്തതാണ് KE ഗ്രേറ്റർ ദാൻ ഗ്രോത്ത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലും ഗ്രോത്ത് റേറ്റ് കുറവാണെന്നാണ് പറയണത്. അഞ്ചാമത്തെ അസംഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ദ ഫേം ഹാസ് ലോങ് ടേം ലൈഫ്. ഇതൊരു ലോങ് ടേം ലൈഫാണ്. കോർപ്പറേറ്റ് ടാക്സ് ഇല്ല എന്ന് തന്നെ പറയണത്. മാത്തമാറ്റിക് പ്രൂവ് ചെയ്ത് P0 = E1 - B ഡിവൈഡഡ് ബൈ KE - BR. ഞാൻ പ്രോബ്ലം കാണിച്ചു തരാം. നമ്മൾ ക്ലാസ്സിൽ ഈ പ്രോബ്ലം ചെയ്യാത്തത് ഫസ്റ്റത്തെ MM തിയറിൻ്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ നമുക്ക്
വാൾട്ടറിൻ്റെയും ഗോർഡൻ്റെയും പ്രോബ്ലം മാത്രമേ ഉള്ളൂ കേട്ടോ ചെയ്യാൻ. ഡിവിഡൻഡ് തിയറി രണ്ടെണ്ണമാണുള്ളത്. ഇറലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻറ്റും റെലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻറ്റും. ഇറലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് മോദിഗ്ലാനി ആൻഡ് മില്ലർ തിയറി, ഈ ഒരൊറ്റ തിയറിയാണ് ഇറലവൻസ് കൺസെപ്റ്റിൽ. രണ്ടാമത്തത് റെലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻറ്റ്, അതിൽ പറഞ്ഞിട്ടുള്ളത് വാൾട്ടർ ഡിവിഡൻറ്റ് മോഡലുണ്ട്, ഗോർഡൻ ഡിവിഡൻറ്റ് മോഡലുണ്ട്. ഇതിൽ ഇറലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻറ്റിൽ മോദിഗ്ലാനി ആൻഡ് മില്ലർ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താ, ഡിവിഡൻറ്റ് പോളിസി ഫേമിൻ്റെ വാല്യൂവിനെയും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെയും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയണത്. അത് ഒരു ലോജിക്ക്, ഒരു എളുപ്പത്തിൽ പറഞ്ഞാൽ കമ്പനി ഡിവിഡൻറ്റ് പേ ചെയ്യുമ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് കുറയും. അതുവഴി നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും വന്നാലും അതിനു വേണ്ടി കൊടുക്കാനുള്ള ഫണ്ട് കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യും. ആ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ മാർക്കറ്റിൽ ഷെയറിൻ്റെ എണ്ണം കൂടിയിട്ട് ഷെയർ പ്രൈസ് കുറയുന്ന പറയുന്നത്. അതായത് ഡിവിഡൻറ്റ് കൊടുക്കുന്നതിലൂടെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ഉണ്ടെങ്കിലും പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് അത് ക്യാൻസലായി പോകുന്ന പറയുന്നത്. ഓക്കെ അല്ലേ. രണ്ടാമത്തെ തിയറിയാണ് റെലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻറ്റ്. അതിൽ റെലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഡിവിഡൻറ്റ് പോളിസി ഫേമിൻ്റെ വാല്യൂവിനെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന പറയുന്നത്. അതിൽ വാൾട്ടർ ഡിവിഡൻറ്റ് മോഡലുണ്ട്. വാൾട്ടർ ഡിവിഡൻറ്റ് മോഡലും തന്നെ ഡിവിഡൻറ്റ് പോളിസി ഫേമിൻ്റെ വാല്യൂവിനെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെയും ബാധിക്കും. അതിൽ 3 കേസാണുള്ളത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് ഇത് ബാധിക്കുന്നത്. അതിൽ 3 കേസാണുള്ളത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. രണ്ടാമത്തെ കേസിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മൂന്നാമത്തെ കേസിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിൽ ഫസ്റ്റത്തെ കേസിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, റീറ്റെയിൻഡ് ഏർണിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ റിട്ടേൺ മാറ്റിവെക്കും, ഡിവിഡൻറ്റ് കൊടുക്കില്ല. അതുവഴി കമ്പനി കൂടുതൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. റിട്ടേൺ അതുവഴി നമുക്ക് കിട്ടുന്ന റിട്ടേൺ കൂടുകയും ഫേമിൻ്റെ വാല്യൂ കൂടാനും സാധ്യതയുണ്ട്. രണ്ടാമത്തിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലും ആയാൽ നമ്മൾ കൂടുതൽ ഡിവിഡൻറ്റ് കൊടുക്കും. കൂടുതൽ ഡിവിഡൻറ്റ് കൊടുക്കുന്നതിലൂടെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യും. അതുവഴി ഫേമിൻ്റെ വാല്യൂ കൂടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് മൂന്നാമത്തത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ രണ്ടും ഈക്വലായി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇറലവൻസ് കൺസെപ്റ്റായ മോദിഗ്ലാനി മില്ലർ കൺസെപ്റ്റാണ് മൂന്നാമത്തെ കേസിൽ ഈ പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 തിയറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ ഓക്കെ അല്ലേ.